ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് സിംബാബ്വേയിലാണ്. സിംബാബ്വേയിൽ വിക്ടോറിയ വാട്ടർഫോൾ പാർക്കിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരെ കാണാം. ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്ന് ഫുഡ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് അതായത് ഇതിന് മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരെ കാണണം കേട്ടോ. അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ രാജ്യമായ സാംബിയ ഉണ്ട്. ആ സാംബിയയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണമെന്നാണ് തീരുമാനിക്കുന്നത്. ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? താഴെ നോക്കിയ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവിടെ പോകുന്നുണ്ട്. താഴെ ഞാൻ സൂം ചെയ്ത് ഒരു ബോട്ട് പോകണ പാക്കിങ് പോകണുണ്ടല്ലേ, പാക്കിങ് ചെയ്യുന്നുണ്ട് ആളുകൾ താഴെ. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് വരുമ്പോൾ അവിടെ ഒരു ബോട്ട് എടുക്കില്ലേ, അതായത് ഇവിടെ ഒരു ബോട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ആളുകളുണ്ട്. ഇതാണ് ഇപ്പൊ വെള്ളം കുറവാണ്. വെള്ളമുള്ള ടൈമിലൊക്കെ ഭയങ്കര നല്ല രസമായിരിക്കും. ഇതിലും കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് ഞാൻ നടന്നു വന്നത് ആ ഭാഗത്തു നിന്നാണ് നടന്നു വന്നത് കേട്ട. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ നടുക്കിൽ കൂടെ ട്രാം പോകുന്നുണ്ട്. നമുക്ക് സിറ്റിയിൽ നിന്ന് ട്രാം വഴി വരികയും ചെയ്യാം. പക്ഷെ എമിഗ്രേഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്യണം. വിസ ഇല്ലാത്തൊരു വിസ എടുക്കണം. അങ്ങനെയാണ്. ഓക്കെ, അവിടുന്ന് ട്രക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ വലിയ ട്രക്കുകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മ അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെയും വേറെ ബോർഡ്, അടുത്ത ബോർഡ്, യു ആർ നൗ എൻട്രിങ് സിംബാബ്വെ. തിരിച്ച് നമ്മ അങ്ങോട്ട് പോകണം. തിരിച്ചു പോണത് സാംബിയയിലേക്ക് പോയതിനു ശേഷം അവിടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ കാണിച്ച സൈഡല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് കാഴ്ച. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ നിന്നുള്ള ആൾക്കാർ കയാക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. പിന്നെ സിപ്പ് ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ സിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോകുന്നുണ്ട് സിപ്പ് ലൈൻ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. താഴെ വല്ല കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കുളത്തിൽ ഇറങ്ങി പറ്റും. അടിപൊളിയായിരിക്കും. പക്ഷെ ഇറങ്ങണൊക്കെ റിസ്ക്കാ. ചിലപ്പോൾ ഭയങ്കര ആളുണ്ടാവും ഇവിടെ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നടന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, സിപ്പ് ലൈൻ ഇവിടുന്ന് സിപ്പ് ലൈൻ ചെയ്യാം. ഇവര് സിപ്പ് ലൈനിന്റെ ആൾക്കാരാണ്. കണ്ടില്ല നമുക്ക്. ഹൗ മച്ച് ഫോർ സിപ്പ് ലൈൻ? Zip line $48 US. ഓക്കെ, $48 ആണ് ട്ടാ. Also this one can swing. Hold. Good swing. Hold the ropes. Okay. So there's a bungee. Okay, thank you. You can walk and sit into the. അപ്പൊ നമ്മ അവിടെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നിർബന്ധമായിട്ടും കാണിക്കണമെന്നാണ് പുള്ളി പറയണത്. വാട്ട്സ് യുവർ നെയിം? Mango. മാംഗോ. മാംഗോ എന്നാണ് എന്റെ പേര്. Zambia. Okay, this is all Zambian. Zambian art. Okay. Very strong tip. Okay. See, can be many times I can, you see. Okay. Zambian wood. Yeah. This wood making in wood. Wood. Okay. Okay, sorry. സാംബയിൽ ഉണ്ടാവുന്ന വുഡാണെന്നാണ് ഇപ്പോൾ അവൻ പറയണത്. ഭയങ്കര കാര്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മ വാങ്ങൂല എന്നുള്ളത് അവനക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയിട്ട് എങ്ങനെ കൊണ്ടുപോകാനാ? ഇത് ഇസ് ഗുഡ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ തന്നെ അതായത് വിക്ടോറിയ വാട്ടർഫോളിൻ്റെ ഉള്ളിലുണ്ടല്ലോ, വിക്ടോറിയ വാട്ടറിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ പുറത്ത് സുവനീഴ്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ. ഇതാണ് കാണുന്നത്. അവിടെ ഡാൻസ് കണ്ടില്ല നേരത്തെ. ഡാൻസ് ഞാൻ വന്നപ്പോഴത്തേനും കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വരുകയാണെങ്കിൽ ഡാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ നിന്ന് ആൾക്കാരൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ഇവിടെ ഷോപ്പുകളുണ്ട് കേട്ടോ. സൂവനീഴ്സ് വാങ്ങാനുള്ള ഷോപ്പുകൾ ഒരുപാടുണ്ട്. വിക്ടോറിയ വാട്ടർഫോളിന്റെ പുറത്ത് സൂവനീഴ്സ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. അവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ട് നല്ല ഡിസ്കൗണ്ടിലൊക്കെ സാധനം കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിനെ മീറ്റ് ചെയ്യുക. പുള്ളിയുടെ പേര് വാട്ട്സ് നെയിം? യോയോ. യോയോ, അടിപൊളി പേരാണ് ട്ടാ.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാം. കം ഇൻസൈഡ്. ഓക്കെ, ഗെറ്റ് ഇൻ. കണ്ടില്ല, അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഇവിടെ താഴത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആന, പിന്നെ എന്താ പറയുക, ഹിപ്പോപ്പൊട്ടാമസ്, ഒരുപാട് ഐറ്റംസ് കണ്ടില്ലേ. ചെറുത് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയത്, ഓഫീസിലൊക്കെ വെക്കാൻ പറ്റിയത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഇത് വുഡിലും ഉണ്ട്, അതേപോലെ തന്നെ കല്ലിലും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. കണ്ടില്ലേ, ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സിംബാവയുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് വാങ്ങാം. പുള്ളിയുടെ ഇത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ കണ്ടില്ലേ. അധികം പ്രൈസ് ഒന്നും പറയുന്നില്ല, അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ കാണിക്കാനാണെങ്കിൽ. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്. ഞാൻ 2-3 ഇടത്ത് കയറിയപ്പോഴേ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞാൻ അവിടെ ഇവിടെ ഒക്കെ കയറിയപ്പോഴും റേറ്റുകളൊക്കെ കൂടുതലാണ് പറയുന്നത്. പക്ഷേ ഇവൻ്റെ എരുത്ത് എന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ റേറ്റ് കുറവാണ്. അപ്പോൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, യോയോ അടിപൊളി പേര്, യോയോ my name. ഓക്കെ. Yes. ശ്രദ്ധിക്കുക, നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഗേറ്റിൻ്റെ, അതായത് വിക്ടോറിയ വാട്ടർഫോളിൻ്റെ അവിടുന്ന് ഫസ്റ്റ് ഷോപ്പാണ് റൈറ്റ് സൈഡിൽ കേട്ടോ. ഓക്കെ. Thank you, my friend. ബൈ. I wish you a good. അങ്ങനെ വിക്ടോറിയ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ വന്നൊരു ടാക്സി ഉണ്ട്. ഇത് ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയതാണ്. പുള്ളി നല്ല ഹെൽപ്പാണ് നമുക്ക്. എനിക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി അതിന് ശേഷം വിക്ടോറിയ വാട്ടർഫോളിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന്, പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ ഉള്ളിലൊക്കെ കറങ്ങിയ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ആ കറങ്ങിയ കാഴ്ച കണ്ടിട്ട് അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ വന്ന് തന്നെ പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ എന്നോട് പറഞ്ഞതേ ഇവിടെ ഒരു വലിയ മരം ഉണ്ടെന്ന്. ഹൗ മെനി ഇയേഴ്സ്? It's plus or minus 1,200 years. മരം ഉണ്ടെന്ന് പറഞ്ഞ് അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ആ മരത്തിന് ഒരുപാട് പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ പറയണത്. 1,200 years ആണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാമല്ലോ, അത് കാണാണ്ട് പോകരുതല്ലോ ഇവിടം വരെ വന്നിട്ട്. അപ്പോൾ എന്തായാലും പോകാം. Don't push. Conscience under pressure. Conscience under pressure. Huh? Conscience under pressure. You can shake it anyway. ഇവൻ പറഞ്ഞ മരം ഇതാണ് കേട്ടോ. ദിസ് വൺ, ദാറ്റ് വൺ. That one. ആ ഓക്കെ, വലിയൊരു മരം കേട്ടോ. 1200 വർഷം പഴക്കമുള്ള മരം കേട്ടോ. ദ ബിഗ് ട്രീ എന്നൊക്കെ പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. How are you? My name is David. Here I am at the big tree, the baobab tree. What I'm carrying, that's the fruit of the baobab tree. So we get the cream of tartar from this fruit. Okay. So inside the fruit, there are seeds that are coated in white pulp. White pulp. White pulp. Pulp, yes. Yeah, You yes. suck the seed, get the seed, you suck the seed. Then with the seed, we also pound them to get a good coffee from it. Coffee. Yes, coffee from it. So this one is a baobab fruit. So it's rich in healthy because it has good iron, magnesium, Okay. and it also reduces blood pressure. It's a Okay. good Blood fruit. pressure for. Yes, Okay. Good. of the baobab tree. Okay. So these are the seeds coated in white pulp. Okay, like this, huh? Yeah.
So you suck this. How can we use this one? This one you soak it on milk. Milk. Yeah, milk. Okay. Then you stir it so that the powder will just Powder. Okay. be mixed with the milk. Then you add a little bit of sugar. Sugar also. Yes. Okay. So with the seed inside is brown in color. These are the seeds. the Like baobab this. fruit. Coffee Yeah, like that. when you pound it, you get a Okay. good coffee from it. Okay. Yes. Okay. Thank you. Okay.